പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിലമ്പൂരിലെ 263 ബൂത്തുകളിലായി 2,32,381 വോട്ടർമാർ വിധി എഴുതി തുടങ്ങിയിരിക്കുന്നു. ആദ്യ 2 മണിക്കൂറിലെ പോളിംഗ് ട്രെൻഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന പ്രകാരം 13% മുകളിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. 2 മണിക്കൂറിൽ 13% എന്ന് പറയുമ്പോൾ ശരാശരി 6.5 എന്ന നിലയിൽ വയ്ക്കണം. 11 മണിക്കൂറോളം പോളിംഗ് ഉണ്ട്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 6 മണിക്കാണ് അവസാനിക്കുക. അപ്പോൾ 11 മണിക്കൂർ പോളിംഗിൽ ആദ്യത്തെ 2 മണിക്കൂർ പിന്നിടുമ്പോൾ 13% ഉയർന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാവുന്നത്. ഏറ്റവും ഒടുവിലുള്ള കണക്കുകൾ 13.15% നിലമ്പൂരിലെ ജനങ്ങൾ മഴയെ അവഗണിച്ചും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇനി അല്പസമയം കൂടെ കഴിയുമ്പോൾ പോളിംഗ് പെർസെൻറ്റേജ് ഉയരാനാണ് സാധ്യത. കാരണം ആദ്യത്തെ 2 മണിക്കൂറിലേക്ക് 15% പിന്നിടും എന്നാണ് കരുതിയതെങ്കിലും ഇപ്പോൾ കനത്ത മഴയുണ്ടെങ്കിൽ പോലും അത്ര മോശമല്ലാത്ത പെർഫോമൻസ് ആണ് ഇപ്പോൾ പോളിംഗിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലിയൊരു ആവേശം ആ അർത്ഥത്തിൽ ആദ്യ മണിക്കൂറിലില്ല. ഒരുപക്ഷെ മഴ ഒരു കാരണമാകാം. അത് ഒഴിച്ചു നിർത്തിയാൽ താരതമ്യേന മെച്ചപ്പെട്ട പോളിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും. 13.12% ആദ്യ 2 മണിക്കൂറിൽ രേഖപ്പെടുത്തുന്നത്. സാവധാനം തുടങ്ങി ഇനി അടിച്ചു കയറുക എന്ന മട്ടിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. അത് ഒരു 2020 മത്സരത്തിന് സമാനമായ അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആ ആവേശവും പിരിമുറുക്കവും വോട്ടർമാർക്കുണ്ടോ എന്നറിയണമെങ്കിൽ ഉച്ചയോടുകൂടിയാവും. ഉച്ചയോടുകൂടി ഒരു 40-40%-ത്തിനടുത്തേക്കൊക്കെ എത്തുകയാണെങ്കിൽ പോളിംഗ് ശതമാനം 78-നും മുകളിലേക്ക് പോകും. അതല്ലെങ്കിൽ പോളിംഗ് ശതമാനം 72-73 എന്നിങ്ങനെ നിൽക്കാനാണ് സാധ്യത. നിലവിലുള്ള ട്രെൻഡിന്റെ പ്രൊജക്ട് ആണ് ഒരു പ്രൊജക്ഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ 2 മണിക്കൂറിൽ 13%-ത്തോളമാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയുള്ള 9 മണിക്കൂറിൽ എത്ര ശതമാനം വോട്ട് രേഖപ്പെടുത്തും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ 2021 പോളിംഗ് പെർസെൻറ്റേജിലേക്ക് എത്തി നിൽക്കാനാണ് സാധ്യത. അത് 76% പക്ഷേ അതിലും കുറയാനുള്ള സാധ്യതയുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ പറയുന്നത്. കാരണം ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു 3-4% ഡിപ്പുണ്ടാവും. അങ്ങനെ വന്നാലും 73% മാറും എന്നുള്ളതാണ്. നമുക്ക് കാത്തിരിക്കാം. അരുൺ സോളമനുണ്ട് മൂത്തേടത്ത് ഗവൺമെന്റ് HSSൽ നിന്നും. തത്സമയം അരുൺ സോളമൻ, UDFന്റെ കോട്ടയാണ് മൂത്തേടം. എങ്ങനെയാണോ അമരമ്പലം LDFന്റെ കോട്ടയാവുന്നത് അതുപോലെയാണ് മൂത്തേടം UDFന്റെ കോട്ടയായി മാറുന്നത്. മൂത്തേടത്ത് 2016 218 വോട്ടിന്റെ ലീഡ് അന്ന് ആര്യാടൻ ഷൗക്കത്ത്, ബാക്കി എല്ലാ പഞ്ചായത്തുകളും കൈവിടുമ്പോഴും ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണച്ച പഞ്ചായത്തുകളിൽ ഒന്ന് ഈ മൂത്തേടമായിരുന്നു. അന്ന് 218 വോട്ടിന്റെ ലീഡാണ് കൊടുത്തത്. പിന്നീട് VV പ്രകാശ് ആ മണ്ഡലത്തിൽ മറ്റെല്ലാ വിഭാഗീയ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച പാർട്ടി ഒരുമിച്ച് നിൽക്കുമ്പോൾ 2331 വോട്ടിന്റെ ലീഡാണ് മൂത്തേടം പഞ്ചായത്ത് UDFന് കൊടുത്തത്. മൂത്തേടം പഞ്ചായത്ത് ആ അർത്ഥത്തിൽ ഒരു UDFന്റെ കോട്ട തന്നെയാണ്, ഒരു സംശയവുമില്ല. ആ UDFന്റെ കോട്ടയിൽ ഇപ്പോൾ പോളിംഗ് എങ്ങനെയാണ് അരുൺ സോളമൻ? അരുൺ, പതിഞ്ഞ മട്ടിൽ പുലർച്ചെ മുതൽ തന്നെ മഴയുണ്ട് ഇപ്പോൾ മൂത്തേടം എന്ന് പറയുന്ന ഈ പ്രദേശത്ത്. എങ്കിൽ തന്നെയും ജനങ്ങൾ അതൊന്നും വകവയ്ക്കാതെ പുലർച്ചെ മുതൽ തന്നെ വോട്ട് ചെയ്യാനായി എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഇപ്പോഴുള്ളത് ഈ മൂത്തേടം താളിപ്പാടം PPM UPS സ്കൂളിലാണ്. ഇവിടെ ഇപ്പോൾ 4 ബൂത്തുകളാണുള്ളത്. ഈ 4 ബൂത്തുകളിലും ജനങ്ങൾ ക്യൂ നിന്ന് തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. താരതമ്യേന ഒരു മെച്ചപ്പെട്ട പോളിംഗ് നിലവിൽ രേഖപ്പെടുത്തുന്നു എന്ന് തന്നെ പറയാം. വലിയ തോതിലുള്ള ആളുകൾ വരുന്നില്ല എങ്കിൽ പോലും ഈ പതിഞ്ഞ മഴ പോലെ തന്നെ ജനങ്ങൾ കുറച്ചു കഴിയുമ്പോൾ ഇരച്ചെത്തുന്ന കാഴ്ചകൾ കാണാമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണ് മൂത്തേടം. അതിൽ പ്രധാനപ്പെട്ട എല്ലാ ബൂത്തുകളിലും ഇതേ അവസ്ഥയിൽ തന്നെയാണ്. വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നില്ല എങ്കിൽ പോലും ഒരു മെച്ചപ്പെട്ട തോതിൽ ഇപ്പോൾ പോളിംഗ് നടക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈ ബൂത്ത് നമ്പർ 49-ലാണ്. ഇവിടെ 1069 പേരാണ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ ഉള്ളത്. നിലവിൽ ഈ മൂത്തേടം എന്ന് പറയുന്ന ഈ ഗ്രാമപഞ്ചായത്തിൽ 22,445 വോട്ടർമാരാണുള്ളത്. അതിൽ ഇപ്പോൾ ഈ ബൂത്തിൽ 1069 പേരുണ്ട്. അതിലിപ്പോൾ നിലവിൽ ഏകദേശം 200ഓളം പേർ പോൾ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഏജന്റുമാരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും മത്സരം കടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. കാരണം 15 വാർഡുകളിൽ 13 കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ IUMന്റെയും ആൾക്കാരാണ് ഇപ്പോൾ നിലവിൽ ജനപ്രതിനിധികളായി തുടരുന്നത്. നേരത്തെ കഴിഞ്ഞ 2016-ലും 2021-ലേക്ക് കണക്കുകൾ നോക്കുമ്പോഴും മൂത്തേടം എപ്പോഴും കോൺഗ്രസിന് ഒപ്പമുണ്ടായിരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ആശങ്ക വെക്കേണ്ട കാര്യമില്ല. അതേസമയം ഇതൊരു മലയോര മേഖലകൾ കൂടിയാണ്. ഇതിന്റെ ഭൂപ്രകൃതി നോക്കുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗങ്ങളൊക്കെയും പുഴയും അതുപോലെ തന്നെ കാടും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. മലയോര മേഖലകളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ജനങ്ങളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് വലിയ ഒരു ജനവികാരം എപ്പോഴും സർക്കാരിനെതിരെയുണ്ട്. പ്രത്യേകിച്ചും വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് പൊതുജനങ്ങൾ പങ്കുവെക്കുന്നത്. ആ അർത്ഥതലത്തിൽ ആർക്കൊപ്പം നിൽക്കും എന്നുള്ള ഒരു വലിയൊരു ആശങ്ക ഒരേ സമയം 2 മുന്നണികൾക്കുമുണ്ട്
സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഒരു ഗെയിം ചേഞ്ചറായി നിൽക്കുന്നത് PV അൻവർ തന്നെയാണ്. അൻവറിന്റെ വോട്ട് എങ്ങോട്ട് പോകും, അൻവറിന്റെ വ്യക്തിപരമായിട്ടുള്ള വോട്ട് കഴിഞ്ഞ തവണയൊക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ 2021 അപേക്ഷിച്ച് അദ്ദേഹത്തിന് 2700 വോട്ടുകൾ ഭൂരിപക്ഷം നിലനിർത്താനേ കഴിഞ്ഞുള്ളൂ എങ്കിൽ പോലും അൻവർ മത്സരരംഗത്ത് ഉണ്ട് എന്നുള്ളത് അവഗണിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇരു മുന്നണികളും നോക്കിക്കാണുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് ജനങ്ങൾ പങ്കുവെക്കുന്നത് 27,000 വോട്ട് ഭൂരിപക്ഷമൊക്കെ കിട്ടുമെന്ന് പറയുമ്പോഴും പാർട്ടി ആ കണക്കിൽ കാണുന്നത് ഇപ്പോഴും 10,000-ന് മുകളിൽ ഭൂരിപക്ഷം കിട്ടുമെന്ന് തന്നെയാണ്. അപ്പോൾ ആ തലത്തിൽ നോക്കുമ്പോൾ കാർഷിക മേഖല, മലയോര മേഖല, ക്രിസ്ത്യൻ വിഭാഗമൊക്കെ ഏറെ ഉള്ള ഒരു മേഖല കൂടിയാണ് മൂത്തേടം. പ്രത്യേകിച്ചും ആ തലത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ നോക്കിക്കാണുന്നു എന്നുള്ളത് തന്നെയാണ് അരുൺ കഴിഞ്ഞ ദിവസം നിലനിർത്താനായാൽ തന്നെ വലിയൊരു കാര്യമാണ്. കാരണം 2331 വോട്ടുകളുടെ ലീഡാണ് മൂത്തേടം പഞ്ചായത്ത് കഴിഞ്ഞ തവണ VV പ്രകാശിന് നൽകിയത്. എന്നാൽ 218 വോട്ടുകളുടെ ലീഡ് മാത്രമാണ് ആര്യാടൻ ഷൗക്കത്തിന് 2016 കൊടുക്കുന്നത്. ആ അർത്ഥത്തിൽ ഏകദേശം ഒരു 2100ഓളം വോട്ടുകളാണ് VV പ്രകാശ് 2021 കൂട്ടിയത്, ലീഡായിട്ട് കൂട്ടിയത് തന്നെ. അപ്പോൾ ആ വോട്ടുകൾ നിലനിർത്താൻ സാധിച്ചാൽ അത് ചെറിയ കാര്യമായിരിക്കില്ല, അത് വലിയ കാര്യമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് മൂത്തേടത്ത് കോൺഗ്രസിന് കൊടുക്കുന്ന ആത്മവിശ്വാസവും ചെറുതല്ല. ചുരുങ്ങിയ പക്ഷം മൂത്തേടത്തും അതേപോലെ ചുങ്കത്തറയിലും UDF വലിയ രീതിയിലുള്ളൊരു ലീഡ് നേടുകയും അമരമ്പലത്തും നിലമ്പൂരിലും സമാസമം LDF-നോട് എത്തുകയും ചെയ്താൽ തന്നെ UDF-ന് വിജയം ഉറപ്പാണ്. പക്ഷേ അവിടെ ഒരു വലിയ വോട്ട് കുത്തൊഴുക്കുണ്ടാകേണ്ടത് ഈ മൂത്തേടം പഞ്ചായത്തിലേക്കാണ്. ഒരുപക്ഷെ രാവിലെ പെയ്ത മഴ ഒരുപക്ഷെ വോട്ടർമാരുടെ മനസ്സൊന്നും അടുപ്പിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ വെയിൽ തെളിയുന്നോ എന്നാണ്. ചാറ്റൽ മഴയുണ്ടോ? ഇപ്പോഴെന്താ അവിടുത്തെ ഒരു അവസ്ഥ മൂത്തേടത്ത് അരുൺ? അരുൺ, ചെറിയ ചാറ്റൽ മഴയുണ്ട്. നമ്മൾ ഈ ഇടുക്കി മലയോരങ്ങളിലൊക്കെ പറഞ്ഞ ഒരു 40 നമ്പർ മഴ എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ ആ തലത്തിൽ തന്നെയാണ് ജനങ്ങളെ പുറത്തിറങ്ങാൻ മടിപ്പിക്കുന്ന ഒരു മഴ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഇപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യാനായി സാധാരണക്കാർ എത്തി തുടങ്ങിയിട്ടുണ്ട്. നല്ല സൂചനയാണ്. UDF-നെ സംബന്ധിച്ച് അതൊരു നല്ല സൂചനയാണ്. UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ മഴയെ അവഗണിച്ചും വോട്ടർമാർ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. താരതമ്യേന മെച്ചപ്പെട്ട പോളിംഗ് എന്ന് തന്നെ പറയാം മൂത്തേടത്ത്, അല്ലേ അരുൺ? ഒരു സംശയവും വേണ്ട അരുൺ, ആ തലത്തിൽ തന്നെയാണ് ഇരുവശങ്ങൾ നോക്കിയാൽ. കാരണം ഈ സ്കൂളിൽ ഇപ്പോൾ PPM UPS സ്കൂളിൽ തന്നെ 4 ബൂത്തുകളാണുള്ളത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് 49ാം ബൂത്താണ്. ഈ ബൂത്തിൽ തന്നെ ഇരുവശങ്ങളിലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരേപോലെ തന്നെ നല്ല ക്യൂ ഉണ്ട് എന്ന് തന്നെയാണ്. അതിനർത്ഥം ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് പോൾ ചെയ്യാൻ എത്തുന്നത്. പുലർച്ചെ മുതൽ തന്നെ മോക്ക് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം 6:30 തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് ജനങ്ങൾ എത്തുന്ന കാഴ്ച തന്നെ കണ്ടു. അതിന്റെ ഇപ്പോൾ സമയം 9:30 പിന്നിടുമ്പോൾ തന്നെ ജനങ്ങൾ കൂടുതലായിട്ട് വോട്ട് ചെയ്യാനായിട്ട് എത്തുന്നു. പ്രായമായവരും അതുപോലെ തന്നെ കുട്ടികൾ അടക്കമുള്ളവരെ കൂട്ടിക്കൊണ്ട് തന്നെയാണ്, കുടുംബമായിട്ടാണ് പലരും വരുന്നത്. കുട്ടികളെയൊക്കെ പുറത്തിരുത്തി വോട്ട് ചെയ്യുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഓട്ടോകളിൽ കയറിയും ജീപ്പിലും എത്തി, മലയോര മേഖലയിലുള്ളവരൊക്കെ ജീപ്പിലെത്തി അതിരാവിലെ തന്നെ വോട്ട് ചെയ്യുന്ന കാഴ്ച കാണുന്നത്. പ്രത്യേകിച്ചും മഴയുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ സാധാരണ പണിയൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാർ ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച്, മുന്നണികളെ സംബന്ധിച്ച് മഴ ഒരു ആശങ്ക വെക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടി വരും.